നമസ്കാരം. സിദ്ധാർത്ഥൻ എന്നത് ഗൗതമ ബുദ്ധൻ്റെ പേരാണ്. പക്ഷേ ഇന്നിപ്പോൾ കേരളത്തിന് മുമ്പിൽ സിദ്ധാർത്ഥൻ സമാനതയില്ലാതെ ക്രൂരതകൾ അനുഭവിച്ചുകൊണ്ട് മരണത്തിലേക്ക് കടന്നുപോയ ഒരു വിദ്യാർത്ഥിയുടെ പേരാണ്. ആ പേരാണ് ഇന്നിപ്പോൾ കേരളത്തെ വലിയ രീതിയിൽ രോഷം കൊള്ളിക്കുന്നത്, വേദന അനുഭവിക്കുന്നത്. ഇന്ന് സ്പോട്ട് റിപ്പോർട്ടറിൽ ചർച്ച ചെയ്തത് ഇക്കാര്യമാണ്. സിദ്ധാർത്ഥൻ എങ്ങനെയാണ് മരണപ്പെട്ടത്? ആ 3 ദിവസം സിദ്ധാർത്ഥൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ്? കേരളത്തിൻ്റെ തിലകക്കുറിയായി അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ക്യാമ്പസിലാണ് ഇത്തരത്തിലുള്ള സമാനതകളില്ലാത്ത ക്രൂരതകൾ അരങ്ങേറിക്കൊണ്ട് ഒരു വിദ്യാർത്ഥിയുടെ ജീവനെടുത്തത്. എന്താണ് ഇത്രയും ദിവസങ്ങളിൽ സംഭവിച്ചത് എന്ന് കാണാം. 130-ലേറെ വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് വിവസ്ത്രനായി മർദ്ദിക്കപ്പെട്ടു. ഏതാണ്ട് കാപ്പ് പഞ്ചായത്തുകളുടെ രീതിയിലുള്ള അതേ തരത്തിലുള്ള ആൾക്കൂട്ട വിചാരണയാണ് വയനാട്ടിലെ വെറ്റിനറി കോളേജിൽ നടന്നത്. എന്നിട്ടും ഈ കേസ് പുറം ലോകമറിയാനും ചർച്ച ചെയ്യാനും എടുത്തത് ദിവസങ്ങൾ. ഏതാണ്ട് 10 ദിവസം പിന്നിട്ടിരിക്കുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ട്. പോലീസിന് പ്രതിയെക്കുറിച്ച് അല്ലെങ്കിൽ പ്രതികളെക്കുറിച്ച് യാതൊരു സൂചനയും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞത് മനഃപൂർവ്വമാണെന്ന് പിന്നീട് വ്യക്തമായി. ഈ സംഭവം കേരളത്തിൽ ഒറ്റപ്പെട്ടതല്ല. കേരളത്തിൽ ഇതിനു മുമ്പും വലിയ രീതിയിലുള്ള റാഗിംഗ് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒട്ടേറെ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സമീപകാലത്തായി ഒട്ടേറെ ചട്ടങ്ങൾ ഇതിനു വേണ്ടി മാറ്റിയിട്ടൊക്കെയുണ്ട്. ശ്രീ വിനോദ് കുമാർ ചേരുന്നു എന്നോടൊപ്പം. അദ്ദേഹം ഈ റാഗിംഗ് കേസുകളെക്കുറിച്ചും റാഗിങ്ങുമായി ബന്ധപ്പെട്ട അതിൻ്റെ സംഭവവികാസങ്ങളെക്കുറിച്ചും വിവിധ സംഭവവികാസങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. ശ്രീ വിനോദ് കുമാർ, ഈ കേസിനെക്കുറിച്ച് താങ്കൾ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇതിനകത്ത് ഈ റാഗിംഗ് നിയമത്തിലെ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർണ്ണമായിട്ടും പോലീസ് പാലിച്ചോ, അതോ താങ്കളുടെ ഒരു ബോധ്യമനുസരിച്ച് ഇത് പൂർണ്ണമായിട്ടും ഒരു റാഗിംഗ് കേസ് മാത്രമായിട്ട് കണക്ക് കൂട്ടാമോ? മറ്റു തരത്തിലുള്ള ഒരു കേസിൻ്റെ പർവ്യൂവിലൊക്കെ ഇത് വരുന്നുണ്ടോ? ശ്രീ ഷാജഹാൻ, ഞാൻ ഈ സംഭവം മനസ്സിലാക്കിയിടത്തോളം കാലം ആ സമയം ഈ സാഹചര്യത്തിൽ അതൊരു അന്വേഷണത്തിലിരിക്കുന്ന വിഷയമാണ്. അതിനെക്കുറിച്ച് ഈ സംഭവത്തിലേക്ക് നയിച്ച കാര്യങ്ങളിലേക്ക് പറയുന്നതിന് പകരം അതിന്റെ നിയമവശങ്ങളിലേക്കും നമ്മൾ അനുവർത്തിച്ചിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും സൂചിപ്പിക്കാം. ഒന്നാമതായി നമുക്ക് അറിയാം, ഒരുപാട് റാഗിംഗ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതുമുണ്ട്. ഒരു റാഗിംഗ് നിരോധന നിയമം, വളരെ കോംപ്രിഹെൻസീവായ സമഗ്രമായ ഒരു നിയമം 2009 UGC നിർമ്മിച്ചിരിക്കുന്നത്. ആ നിർമ്മിച്ച് നമുക്ക് തന്നിരിക്കുന്ന 2009 UGC റെഗുലേഷൻ 2009 എന്ന് പറയുന്ന നിയമാവലി അനുസരിച്ച് വ്യക്തമായ ചില നടപടിക്രമങ്ങൾ ആദ്യമായി പോലീസിന് പകരം കോളേജിൽ തന്നെ അനുവർത്തിച്ചിരിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് 3 തരത്തിലുള്ള കമ്മിറ്റികളാണ്. ഒന്ന് ആന്റി റാഗിംഗ് കമ്മിറ്റി, ആന്റി റാഗിംഗ് സ്ക്വാഡ്, മെന്ററിംഗ് സെൽ. ഈ 3 തരത്തിലുള്ള കമ്മിറ്റികൾ ഫോം ചെയ്യാൻ വേണ്ടി UGC അനുശാസിക്കുന്നുണ്ട്. അത് 12ാം തരത്തിന് ശേഷം അല്ലെങ്കിൽ +2 ശേഷമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇത് അനുവർത്തിക്കാൻ നിർബന്ധിതമാണ്, ബാധ്യസ്ഥരാണ്. ഇപ്പോൾ വെറ്റിനറി കോളേജ് ഉൾപ്പെടെ, പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും, ഡീംഡ് ആയാലും ഗവൺമെന്റ് ആയാലും പ്രൈവറ്റ് മേഖല എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അനുവർത്തിക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ വരുമ്പോൾ ഈ 3 കമ്മിറ്റികൾ എന്ന് പറയുന്നത് ആദ്യത്തെ ആന്റി റാഗിംഗ് കമ്മിറ്റിയാണ്. ആന്റി റാഗിംഗ് കമ്മിറ്റിയില് സ്ഥാപനത്തിനകത്തുള്ള വ്യക്തികളും സ്ഥാപനത്തിന് പുറത്തുള്ള വ്യക്തികളും ഉൾപ്പെടെ 8 തരത്തിലുള്ള പ്രതിനിധികൾ ഉൾപ്പെടുന്നതാണ് ആന്റി റാഗിംഗ് കമ്മിറ്റി. സ്ഥാപനത്തിനകത്തുള്ളത് എന്ന് പറയുമ്പോൾ അവിടെ നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ട്, സ്റ്റാഫിന്റെ പ്രതിനിധികൾ, ടീച്ചിങ് സ്റ്റാഫിന്റെ പ്രതിനിധിയുണ്ട്, നോൺ ടീച്ചിങ് സ്റ്റാഫിന്റെ പ്രതിനിധികളുണ്ട്, സീനിയർ സ്റ്റുഡൻസിന്റെയും ജൂനിയർ സ്റ്റുഡൻസിന്റെയും പ്രതിനിധികളുണ്ട്. അതുകൂടാതെ PTA പ്രതിനിധി അല്ലെ പാരന്റ്സിന്റെ പ്രതിനിധി, രക്ഷകർത്താക്കളുടെ പ്രതിനിധി ഇതിനകത്തുണ്ട്. ഇതിനു പുറമെ ആ സ്ഥലത്തെ പോലീസ് അഡ്മിനിസ്ട്രേഷന്റെ അല്ലെ പോലീസിലെ SHO എന്ന് പറയുന്ന വ്യക്തി, അത് പോലീസിന്റെ റെഗുലേഷൻ പ്രകാരം, കേരള പോലീസിന്റെ ഒരു സർക്കുലർ പ്രകാരം എക്സ് ഒഫീഷ്യോ മെമ്പറാണ്. അപ്പൊ പോലീസിന്റെ ഒരു പ്രതിനിധി അതിനകത്തുണ്ട്. കൂടാതെ മാധ്യമത്തിന്റെ പ്രതിനിധിയുണ്ട്, ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ NGOയുടെ പ്രതിനിധി ഇവിടെ അതിനകത്തുണ്ട്. അപ്പൊ നമുക്ക് 8 തരത്തിലുള്ള പ്രതിനിധികൾ ഉൾപ്പെടുന്ന വളരെ സമഗ്രമായ ഒരു കമ്മിറ്റിയാണ് ആന്റി റാഗിംഗ് കമ്മിറ്റി. അത് എന്തുകൊണ്ട് UGC അങ്ങനെ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് പറയുന്നത്, ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുന്നതും ബന്ധപ്പെടാത്തതുമായ എല്ലാ തരത്തിലുള്ള പൗരന്മാർക്കും ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ നടന്നതായി ബോധ്യപ്പെട്ടാൽ, അവർക്ക് അങ്ങനെ റിപ്പോർട്ട് കിട്ടിയാൽ
നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള ഒരു പൗരന്റെ ബാധ്യതയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്രത്തോളം പ്രാവർത്തികമായിട്ടുണ്ട് ഈ കമ്മിറ്റികളൊക്കെ നിലവിലിരിക്കുന്ന സ്ഥാപനങ്ങളുടെ ശതമാനം, അത് താങ്കൾ അന്വേഷിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ എത്രത്തോളം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള കമ്മിറ്റികൾ ഉണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പോൾ ഈ സ്ഥാപനത്തിനകത്ത് തന്നെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. അത് ഒന്നുകൂടി എടുത്തു പറയട്ടെ, ഈ പ്രത്യേക അവസരത്തിൽ മാധ്യമങ്ങളുടെ പ്രതിനിധി കൂടി ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത് പലപ്പോഴും നമ്മൾ സംഭവങ്ങൾ ഉണ്ടാകിയതിനു ശേഷമാണ്. UGC പറയുന്നത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, അതുകൊണ്ടാണ് കമ്മിറ്റി ഉണ്ടാക്കാൻ പറയുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ പല സ്ഥാപനങ്ങളിലും ഇങ്ങനെയുള്ള കമ്മിറ്റികൾ ഫോം ചെയ്തിട്ടില്ല എന്നാണ് അനൌദ്യോഗികമായിട്ടെങ്കിൽ ഞാൻ പലപ്പോഴും പല കോളേജുകളും സന്ദർശിച്ചപ്പോൾ മനസ്സിലാവുന്നത്. ഉണ്ടെങ്കിൽ തന്നെ അത് കാലഹരണപ്പെട്ട രീതിയിൽ തന്നെ പോകുന്നു. അങ്ങനൊരു ലാക്സസ് ഒരു പക്ഷേ നമ്മുടെ ഭാഗത്ത് ഞാൻ ഉൾപ്പെടെ താങ്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ബാധ്യസ്ഥരായ ഒരു കാര്യമാണ്. അത് അനുവർത്തിക്കാത്തത് കൊണ്ടാവാം UGC റെഗുലേഷൻ പറയുന്നതനുസരിച്ച് ഒരു കാര്യങ്ങൾ കൊണ്ടുപോയാൽ, വിദ്യാഭ്യാസ നടപടി കൊണ്ടുപോയാൽ ഒരു കാരണവശാലും റാഗിംഗ് നടക്കില്ല എന്ന് പൂർണ്ണ ബോധ്യതയുള്ള ഒരു വ്യക്തിയാണ്. അതിനെക്കുറിച്ച് എനിക്ക് ബോധ്യപ്പെട്ടത് അങ്ങനെയാണ്. അപ്പൊ അത് പലപ്പോഴും അങ്ങനെ ചില പാളിച്ചകൾ ഉണ്ടായി വരാറുണ്ട്. നന്ദി ശ്രീ വിനോദ് കുമാർ. ഒരുപക്ഷെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നാട്ടിലെ ചട്ടപ്രകാരം, നിലവിലുള്ള ചട്ടപ്രകാരം എന്താണ് നടക്കേണ്ടത് എന്നുള്ളതാണ്. പക്ഷെ അതിലൊരു യാഥാർത്ഥ്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. അതായത് ഇത്തരത്തിലുള്ള കമ്മിറ്റികൾ പല സ്ഥാപനങ്ങളിലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം തേടി പോകുന്നത് എന്തുകൊണ്ട് കമ്മിറ്റികൾ ഉണ്ടായിട്ടില്ല എന്നുള്ള തരത്തിലുള്ള വളരെ ആളുകൾക്ക് മുമ്പിൽ ക്ലീശയായി